ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വൺ പീസിൻ്റെ ചാപ്റ്റർ 1139 സ്പോയിലേഴ്സ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ കഴിഞ്ഞ ചാപ്റ്റർ ഇറങ്ങിയതോടുകൂടി എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. നമ്മുടെ വൺ പീസിൻ്റെ അടുത്ത ചാപ്റ്ററിനായിട്ട് കാത്തിരിക്കുകയാണ്. നാളെ ആണെങ്കിൽ നമ്മുടെ അടുത്ത ചാപ്റ്റർ ഇറങ്ങും. എന്നാൽ ഇപ്പോൾ അതിൽ സ്പോയിലേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. സ്പോയിലേഴ്സിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്, എന്തൊക്കെയാണ് പറയുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ ചാപ്റ്ററിൻ്റെ വെറും 30% മാത്രമേ ഉണ്ടാകൂ. പിന്നെ നമ്മുടെ ഈ ചാപ്റ്റർ വെറും 13 പേജ് എങ്ങാണ്ടുള്ളൂ. എന്നാൽ നമുക്ക് ചാപ്റ്ററിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും കൂട്ടുകാർ നമ്മുടെ ചാനൽ നിന്ന് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. പിന്നെ ബെല്ലൈക്കൺ കൂടെ തന്നെ വിളിച്ചത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് വെച്ചേക്ക്. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുകയുള്ളൂ. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ നാമിയും ലൂഫിയും അതുപോലെ തന്നെ സോറോയും നമ്മുടെ കാസിലേക്ക് പോകുന്ന റോഡിലാണുള്ളത്. ആ ടൈമിലാണ് വൺ പീസ് ഫാൻസ് ഇതുവരെ ഹൈപ്പ് കൊടുത്തുകൊണ്ടിരുന്ന നമ്മുടെ ആ മിസ്റ്റീരിയസ് മാൻ അവിടെ അപ്പിയർ ആകുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ റോജറിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് മാനായ സ്കോപ്പർ ഗബാനാണ്. പക്ഷേ ഈ ചാപ്റ്ററിൻ്റെ പ്രസൻറ്റേഷൻ ബോക്സിൽ പറയുന്നത് നമ്മുടെ ഈ ക്യാരക്ടറിൻ്റെ പേര് യാസാൻ എന്നാണ്. അതെന്താണ് അങ്ങനെ എന്നറിയില്ല. വേണമെങ്കിൽ നമ്മുടെ എൽബാഫിൽ നമ്മുടെ സ്കൂപ്പർ ഗബാൻ അറിയപ്പെടുന്നത് നമ്മുടെ യാസാൻ എന്നുള്ള പേരിലായിട്ടായിരിക്കും നമ്മുടെ എൽബാഫിൽ ഈ സ്കൂപ്പർ ഗബാൻ ജീവിക്കുന്നത്. അതുകൊണ്ടായിരിക്കും നമ്മുടെ പേര് അങ്ങനെ കാണിക്കാൻ കാരണം. ഇപ്പോൾ നമ്മുടെ സ്കൂപ്പർ ഗബാൻ എന്നുള്ള പേര് റിവീൽ ചെയ്യാതെ ആയിരിക്കും നമ്മുടെ ഗബാൻ അവിടെ ജീവിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അങ്ങനെ. ഗബാൻ നമ്മുടെ റിപ്ലൈയുടെ പാർട്ട്ണറാണ്. അതുമാത്രമല്ല, നമ്മുടെ ഗബാനെ വിശേഷിപ്പിക്കുന്നത് നമ്മുടെ മിനിസ്റ്റർ ഓഫ് ലവ് എന്നാണ്. ഈ പേര് ഏകദേശം നമ്മുടെ സാഞ്ചിക്ക് ഫിറ്റാകുന്നത് പോലെ ഉണ്ട്. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും, നമ്മുടെ ലൂഫിയും റോജറും അതുപോലെ തന്നെ നമ്മുടെ റെയിലിയും ഇപ്പം നമ്മുടെ ഗബാനും സാഞ്ചിയും നല്ലോണം മേച്ചപ്പ് ആകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ റോജർ പൈററ്റ്സിൻ്റെ ഏകദേശം ഒരു രൂപം തന്നെയാണ് നമ്മുടെ ലൂഫിയുടെ ക്രൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ 3 പേർക്ക് ഒരു മേച്ചപ്പ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ 3 പേരുടെയും ക്യാരക്ടേഴ്സ് ഏകദേശം സെയിം ആണ്. അതിനുശേഷം ഗബാൻ അവിടെ നിന്ന് നമ്മുടെ കാസൽ റൂമിൻ്റെ സീക്രട്ട് ചേംബർ തുറന്ന് അവിടെ ലോക്കിനെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ കീ എടുക്കുന്നത്. അപ്പോൾ ആ കീ എടുക്കുന്നത് എന്തായാലും നമ്മുടെ ലോക്കിനെ ഫ്രീ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ഏകദേശം മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ ലോക്കി ഒരു നല്ല ക്യാരക്ടറാവാൻ നല്ല ചാൻസ് ഉണ്ട്. അല്ലാതെ നമ്മുടെ ഗബാനെ പോലെ ഒരാൾ നമ്മുടെ ലോക്കിനെ പോലത്തെ ഒരു ഈവിൽ ക്യാരക്ടറിനെ അവിടെ നിന്ന് ഫ്രീ ചെയ്യേണ്ട ഒരു കാര്യമില്ല. പക്ഷേങ്കിൽ എൻ്റെ സംശയം ഇതാണ്, നമ്മുടെ ഗബാൻ എന്തിനായിരിക്കും ഇത്രയും കാലം വെയിറ്റ് ചെയ്തത്? ലോക്കിനെ പ്രസൻറ്റിലാക്കിയിട്ട് ഏകദേശം 6 വർഷത്തോളമായി. ഇതുവരെ വെയിറ്റ് ചെയ്യാൻ കാരണം എന്തായിരിക്കും എന്നാണ് എനിക്കറിയേണ്ടത്. എല്ലാവർക്കും വരുന്നൊരു സംശയമാണ്, ഒരുപക്ഷേ ഗബാൻ നമ്മുടെ നിക്ക അവിടെ എത്താൻ കാത്തിരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ജയൻസ് നമ്മുടെ ഉസോപ്പിനും അതുപോലെ തന്നെ മറ്റ് സ്ട്രോ ഹാറ്റ്സിനും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ ഗബാൻ ജീവിക്കുന്നത് എൽബാഫിലാണ്. അതുപോലെ തന്നെ ഗബാൻ ഒരു റോജർ പൈററ്റ് മെമ്പറാണ്. അതുമാത്രമല്ല, ജയൻസ് പറയുന്നത് നമ്മുടെ റെയിലിക്കും അതുപോലെ തന്നെ റോജറിനും ഈക്വലാണ് ഗബാൻ എന്നാണ്. അപ്പോൾ ഗബാൻ വളരെ പവർഫുൾ ആണെന്നുള്ള കാര്യത്തിൽ ഇതോടെ നമുക്ക് ഉറപ്പിക്കാം. എന്തായാലും ഈ ചാപ്റ്റർ വളരെ അടിപൊളിയായിരിക്കും. നമുക്ക് എന്തായാലും പെട്ടെന്ന് നാളെ തന്നെ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ മുഴുവനായിട്ട് കാണാൻ കഴിയും. ഇത് വെറും 30% മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ചാപ്റ്റർ എൻഡാകുന്നത് ഇങ്ങനെയാണ്, നമ്മുടെ ഗബാൻ ലൂഫിനോട് പറയൂ, എനിക്ക് ഈ ചാവി വേണമെങ്കിൽ എൻ്റെ കൂടി ഫൈറ്റ് ചെയ്യണമെന്ന്. ഇങ്ങനെയാണ് ഈ ചാപ്റ്റർ എൻഡാകുന്നത്. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് നമ്മുടെ ലൂഫി വേഴ്സസ് ഗബാൻ നമുക്കിവിടെ കാണാൻ കഴിയും. പക്ഷേ ഇതൊരു ഡെഡ്ലി ഡ്യൂവലൊന്നും ആയിരിക്കില്ല. നമ്മുടെ ഗബാൻ നമ്മുടെ ലൂഫിയുടെ പവേഴ്സൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് ഫൈറ്റ് ചെയ്യുന്നതാകാനാണ് ചാൻസ് കൂടുതൽ. ഈ ഫൈറ്റിന് ശേഷം വേണമെങ്കിൽ നമുക്ക് ലൂഫിനെ നമ്മുടെ ഗബാൻ ട്രെയിൻ ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മുടെ സാഞ്ചിനെ ട്രെയിൻ ചെയ്യുന്നതോ എന്തൊക്കെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ലൂഫിയുടെ പവറും അതുപോലെ തന്നെ സ്ട്രോ ഹാറ്റ്സിൻ്റെ പവറും ഒക്കെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഓപ്പണൻസിനെ കമ്പയർ ചെയ്ത് വളരെ വീക്കാണ് നമ്മുടെ സ്ട്രോ ഹാറ്റ്സ്. നമ്മൾ കണ്ടിട്ടുണ്ട് ഏക്കേണ്ടിൽ നമ്മുടെ എൽഡേഴ്സിൻ്റെ ഉള്ളിൽ ഫൈറ്റിൽ സ്ട്രോ ഹാറ്റ് വളരെ സ്ട്രഗിൾ ചെയ്തിരുന്നു. നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ആണെങ്കിൽ സീരിയസ് ആയിട്ടാണ് അവരോട് ഫൈറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ എൽഡേഴ്സ് വെറും വെഗപ്പങ്ങിൻ്റെ സ്പീച്ച് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു അവിടെ വന്നത്. അവരാകട്ടെ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ ഒന്നും സീരിയസ് ആയിട്ട് എടുക്കുക പോലും ചെയ്തിട്ടില്ല. അവരെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ആരും അവിടെ ജീവനോടെ തിരിച്ചു പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നമ്മുടെ സ്ട്രോ ഹാറ്റ്സിന് വളരെ രീതിയിലുള്ളൊരു പവറപ്പ് ആവശ്യമാണ്. അതൊരു പക്ഷേ നമുക്ക് എൽബാഫിൽ നിന്ന് കാണാനും കഴിയും. എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങില്ല. ബെല്ലൈക്കൺ കൊണ്ട് നമ്മൾ മറ്റൊരു കാണുന്നത്. ബൈ ബൈ.